പിന്നും നോക്കാതെ പ്രതിപക്ഷം ഒറ്റക്കെട്ടായി ആഞ്ഞടിക്കുമ്പോൾ പരസ്പരം മുഖത്തോട് മുഖം നോക്കി ഇരിക്കാനല്ലാതെ ഭരണപക്ഷത്തിനാവുന്നതേ ഇല്ല. ഇതെന്തൊരു ഗതികേടാണ് എന്റെ ദൈവമേ എന്ന് ചോദിക്കുന്ന മന്ത്രി വീണ ജോർജിനെയാണ് ഇന്നത്തെ സഭയുടെ രണ്ടാം പകുതിയിൽ കാണാനാവുന്നത്. ഒരക്ഷരം വാ തുറന്ന് മിണ്ടാൻ തുടങ്ങുമ്പോഴേക്കും വി ഡി സതീശൻ അടക്കമുള്ളവർ ചാടി എണീറ്റ് കൊടുക്കാനുള്ളത് കൊടുക്കുമ്പോൾ കരയണോ ചിരിക്കണോ എന്നറിയാതെ നിൽക്കുന്ന വീണ ജോർജിനെ നമുക്ക് കാണാൻ സാധിക്കും. ഒപ്പം കത്തിക്കയറുന്ന സതീശനെയും. കൂട്ടബഹളത്തിൽ മുങ്ങിപ്പോയ സഭ ഒന്ന് കാണാം. സാർ, എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷാംഗങ്ങൾ പ്രകോപിതനാവല്ല പ്ലീസ്. നിങ്ങളെല്ലാം പറഞ്ഞത് ഞാൻ കേട്ടില്ലേ? പക്ഷെ ഞാൻ പറയുന്നത് അവരെല്ലാം പറഞ്ഞത് ഞാൻ കേട്ടില്ലേ? അങ്ങ് പറയുന്നത് ഞാൻ കേൾക്കാം. അത്തരം വാക്കുകളൊന്നും പ്രയോഗിക്കരുത് പ്ലീസ്. അത്തരം വാക്കുകളൊന്നും പ്രയോഗിക്കരുത്. ഷംസു പ്ലീസ് പ്ലീസ് പ്ലീസ്. നിങ്ങളൊരു സീനിയർ അംഗമാണ്. അങ്ങനെയൊന്നും സംസാരിക്കരുത്. തന്നില്ലെങ്കിൽ അത് പറയാം. അത്തരം പ്രയോഗങ്ങൾ നടത്തരുത് പ്ലീസ്. അത്തരം പ്രയോഗങ്ങൾ നടത്തരുത്. യെസ്, ബഹുമാനപ്പെട്ട മിനിസ്റ്റർ, അങ്ങ് കണ്ടിന്യൂ ചെയ്തോ. യെസ്, അങ്ങ് കണ്ടിന്യൂ ചെയ്തോ. അങ്ങനെ കണ്ടിന്യൂ ചെയ്തോ. യെസ്. ശ്രീ സജി ചെറിയാൻ പ്ലീസ് അവിടെ ഇരിക്കും പ്ലീസ്. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ അവിടെ ഇരിക്കെ. അങ്ങ് കണ്ടിന്യൂ ചെയ്തോ. അത് ചെയർ തന്നെ പറഞ്ഞു. അദ്ദേഹം നടത്തിയ പരാമർശം ശരിയായില്ല എന്ന് ചെയർ തന്നെ പറഞ്ഞു. അവിടെ ഇരിക്കട്ടെ. യെസ്, മിനിസ്റ്റർ അവിടെ ഇരിക്കെ. ചെയർ തന്നെ പറഞ്ഞു അദ്ദേഹം നടത്തിയ പരാമർശം ശരിയായില്ല എന്ന്. ചെയർ തന്നെ പറഞ്ഞു. യെസ്, കണ്ടിന്യൂ. പ്ലീസ് കണ്ടിന്യൂ. എനിക്ക് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ അംഗങ്ങളോട് പറയാനുള്ളത്, സാർ, ഞാൻ പറയട്ടെ. അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല അദ്ദേഹം. പ്ലീസ് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങ് മണ്ഡലത്തില്ല എന്ന് പറഞ്ഞിട്ടില്ല. യെസ്, അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങയുടെ മണ്ഡലത്തിൽ യോഗം നടന്നിട്ടില്ലാന്നേ പറഞ്ഞിട്ടുള്ളൂ. അങ്ങയുടെ മണ്ഡലത്തിൽ നടന്നിട്ടില്ലാന്ന് പറഞ്ഞിട്ടുള്ളൂ. യെസ്. അങ്ങയുടെ മണ്ഡലത്തിൽ നടന്നിട്ടില്ലാന്നേ പറഞ്ഞിട്ടുള്ളൂ. യെസ്. അങ്ങ് നടത്തിയ പരാമർശം തെറ്റാണ്. അങ്ങേപ്പോലെ ഒരു മുതിർന്ന അംഗം, ശ്രീ ഷംസുദ്ദീനെ പോലെ ഒരു മുതിർന്ന അംഗം ഇത്തരം പരാമർശം നടത്താൻ പാടില്ലായിരുന്നു. അങ്ങ് നടത്തിയ പരാമർശം എന്താ? അത് ശരിയല്ല. അങ്ങേപ്പോലത്തെ ഒരാൾ പറയാൻ പാടില്ലായിരുന്നു അങ്ങനെ. യെസ്, മിനിസ്റ്റർ കണ്ടിന്യൂ പ്ലീസ്. അവിടെ പോയിരിക്കും ചേർന്ന്. അങ്ങേപ്പോലെ ഒരാൾ അങ്ങനെ സംസാരിക്കാൻ പാടില്ലായിരുന്നു. ചിലപ്പോ സഡൻ പ്രൊവോക്കേഷൻ ആയിരിക്കാം. ചിലപ്പോ സഡൻ പ്രൊവോക്കേഷൻ ആയിരിക്കാം. പക്ഷെ എന്തായാലും അങ്ങനെ പറയാൻ പാടില്ല. അവിടെ ഇരിക്കും പ്ലീസ്. മിനിസ്റ്റർ പറയട്ടെ. പ്രതിപക്ഷ നേതാവ് എല്ലാവരും ഫ്ലോർ ഓർഡർ ആക്കിയിട്ട് പറയാം. തിരിച്ചു വിളിക്കണം. അവര് ബഹുമാനപ്പെട്ട മന്ത്രി പറയട്ടെ. അദ്ദേഹം പറയട്ടെ. യെസ്. മിനിസ്റ്റർ അവിടെ ഇരിക്കെ. പ്ലീസ്. അദ്ദേഹം പറയട്ടെ. സാർ, ഇവിടെ പ്രമേയം അവതരിപ്പിച്ച ബഹുമാനപ്പെട്ട അംഗം ശ്രീ ഷംസുദ്ദീനെതിരായി ഗുരുതരമായൊരു ആക്ഷേപം ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞു. അദ്ദേഹം മണ്ഡലത്തിലില്ല, അദ്ദേഹം ഇതൊന്നും അറിഞ്ഞിട്ടില്ല. സാർ, വ്യക്തിപരമായി പേരെടുത്ത ഒരു അംഗത്തിനെതിരായി ആക്ഷേപം ഉന്നയിച്ചാൽ അയാൾക്ക് അതിന്റെ മറുപടി പറയാനുള്ള അവസരം കൊടുക്കണമെന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. അതൊരു മര്യാദയാണ്, സാമാന്യ മര്യാദയാണ്. ശ്രീ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ അദ്ദേഹം നടത്തിയ പരാമർശം ശരിയായില്ല. എന്തെന്ന് പറഞ്ഞു? അദ്ദേഹം വിളിച്ചു പറഞ്ഞ പദങ്ങളൊന്നും ഒരു സഭ ഒന്നും പറഞ്ഞില്ല. എന്ത് തോന്നിവാസം വിളിച്ചു പറയാൻ പാടില്ല. അദ്ദേഹം ഒരു മുതിർന്ന അംഗമാണ്. ഒന്നും പറഞ്ഞില്ല. അങ്ങനെ അദ്ദേഹത്തിന് പറയാം ചെയ്ത് ശരിയായില്ല എന്ന് പറയാം. അതിനകത്ത് ഉപയോഗിച്ച് ഒരുപക്ഷെ സഡൻ പ്രൊവോക്കേഷൻ ആയിരിക്കാം. പക്ഷെ പറഞ്ഞ രീതി ശരിയായില്ല. പ്ലീസ് അവസരം കൊടുത്തില്ലെങ്കിൽ ഞാൻ കേട്ടല്ലോ. റെക്കോർഡ് ചെയർ കേൾക്കുന്നതിനപ്പുറത്ത് എന്ത് റെക്കോർഡാണ്? ചെയർ കേൾക്കുന്നതിനേക്കാൾ മുമ്പ് എന്ത് റെക്കോർഡാണ്? ഞാൻ കേട്ടല്ലോ. ചെയർ കേട്ടല്ലോ. ഒരു അംഗത്തെ പരസ്യമായി ഒരു മന്ത്രി അപമാനിച്ചിട്ട് അദ്ദേഹത്തിന് മറുപടി പറയാൻ അവസരം കൊടുക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ ഈ സഭാ നടപടികൾ ഞങ്ങൾ ബഹിഷ്കരിക്കും. ശരിയല്ലല്ലോ. യെസ്,